തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചിത്രമെടുക്കുന്നതിനും വിലക്ക്. വ്യാഴാഴ്ച നടക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദും പങ്കെടുക്കുന്നുണ്ട്. ഭാരതാംബ വിവാദത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന വേദി കൂടിയാണിത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ആരാണ് ഇങ്ങനെ ഒരു വിലക്കുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നത്? ഈ സമീപകാലത്തെ വിവാദം നമുക്ക് മുമ്പിലുണ്ട്, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ദൃശ്യം പകർത്തുന്നതിനുള്ള വിലക്കൊന്നും സാധാരണ ഉണ്ടാവുന്നതല്ല. ഇതെന്താണ് സംഭവിച്ചത് സൂരജ്? മുൻ വർഷങ്ങളിലെല്ലാം തന്നെ കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യം പകർത്തുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇന്ന് തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഇത്തരത്തിൽ ഈ ബിരുദദാന ചടങ്ങ് നടക്കുന്ന സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം ഈ കാർഷിക സർവകലാശാല അധികൃതർ വിളിച്ചു ചേർത്തിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് ഒരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് വാക്കാൽ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല, ചിത്രങ്ങൾ പോലും എടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവർ വാർത്താ സമ്മേളനത്തിൽ തന്നെ അറിയിച്ചത്. ഇതോടുകൂടി ചില മാധ്യമപ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് രജിസ്ട്രാർ അടക്കം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരെല്ലാവരും പെട്ടെന്ന് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനുശേഷം സർവകലാശാല അധികൃതരോട് നേരിട്ട് വീണ്ടും ഈ കാര്യം തിരക്കിയ സമയത്തും അവർ പറയുന്നത് രാജ്ഭവനിൽ നിന്ന് വാക്കാൽ നിർദ്ദേശിച്ച് അനുസരിച്ചാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പകരം PRD സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാരതാംബ വിവാദത്തിന് ശേഷം ഗവർണറും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രിയും ഒരേ വേദിയിലെത്തുന്ന വേദിയാണ് ഈ ബിരുദദാന ചടങ്ങ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനടക്കം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളടക്കം ഉണ്ടായാൽ ആ ദൃശ്യങ്ങളടക്കം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാകാം ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. TK സുരേഷ്, സാധാരണ നിലയിൽ വിവാദങ്ങളൊക്കെ ഉണ്ടാവുക പതിവാണ്. അതിൽ ഈ പരസ്യ പോരിലേക്ക്, വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ സ്വാഭാവികമായുള്ള കാര്യങ്ങളാണ്. അതൊരുപക്ഷെ അത് നടത്തിയ ആളുകൾ ഒരു വേദിയിൽ വരുമ്പോൾ ഒരുപക്ഷെ അതിന് മറുപടി പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ആ വിവാദത്തിൽ മൗനം പാലിക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇത് വളരെ ഉത്തരവാദപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളുകളുമാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു ആശങ്ക, ഇതിൻ്റെ ദൃശ്യം പകർത്തിയാൽ ഒരു വലിയ കുഴപ്പമുണ്ടാകും എന്നുള്ളൊരു ആശങ്ക ഏത് സാഹചര്യത്തിലാണ് രൂപപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നതിന് പിന്നാലെ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നതിന് പിന്നാലെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ സൂരജ് സജി? ഇത് സംബന്ധിച്ച് രാജ്ഭവനുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഈ സംഭവത്തിന് ശേഷം. ആ സമയത്ത് രാജ്ഭവൻ വ്യക്തമാക്കുന്ന കാര്യം, തങ്ങൾ ഇതുവരെയും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ കൈയൊഴിയുകയാണ്. പക്ഷേ സർവകലാശാലയാകട്ടെ പറയുന്നത് രാജ്ഭവനിൽ നിന്ന് വാക്കാൽ നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നുള്ളതാണ് സർവകലാശാല പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും ഗവർണർ അതോടൊപ്പം തന്നെ ആദ്യം ഈ ഒരു ഭാരതാംബ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് അത് കൃഷിമന്ത്രിയുമായി ചേർന്നുകൊണ്ടാണ്. കൃഷിമന്ത്രി സ്വാഭാവികമായും ഇരുവരും ഒരു വേദിയിലെത്തുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരാമർശം അത് കൃഷിമന്ത്രിയുടെ ഭാഗത്ത് നടക്കമുണ്ടായാൽ അത് സ്വാഭാവികമായും ഗവർണർക്കടക്കം വലിയ ക്ഷീണം ചെയ്യും. അത് സർക്കാർ ഗവർണർ പരസ്യ ഏറ്റുമുട്ടലിന്റെ അടക്കം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർ പറയുന്നത് PRD മുഖാന്തരം ഔദ്യോഗികമായി, അതായത് ഇത്തരത്തിലൊരു ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു, ആ ബിരുദം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നൽകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ വേദിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കടുത്ത പ്രതിഷേധം ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും ഇല്ലാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. TK ശരി, വ്യാഴാഴ്ചയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് നടക്കുന്നത്. അതിലാണ് ഗവർണറും മന്ത്രി പി പ്രസാദും ഒരുമിച്ച് ഒരു വേദിയിലെത്താൻ പോകുന്നത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും നമുക്കറിയാം. അതിനിടയിൽ രാജ്ഭവനിൽ നിന്ന് വാക്കാൽ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് വിലക്കണം എന്ന നിർദ്ദേശം ലഭിച്ചു എന്നാണ് സർവകലാശാല ഔദ്യോഗികമായി അറിയിക്കുന്നത്.